AD 1873 ജനിച്ച് 1924 മരിച്ച മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട മഹാകവിയായ കുമാരനാശാൻ്റെ തോന്നയ്ക്കലിലുള്ള അദ്ദേഹം താമസിച്ച വീട്ടിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത്. ഞാൻ കാവ്യസിന്ധുവിൻ്റെ ഡോക്ടർ പയ്യാടക്കൻ പ്രഭാകരൻ. നോക്കൂ, കുമാരനാശാൻ ഉപയോഗിച്ച കിണറാണ് ഈ കാണുന്നത്. ഇതാ ചുവന്ന പരവതാനി കൊണ്ട് വിരച്ച പാതയിലൂടെ ഞാൻ ആ വീട്ടിലേക്ക്, പഴയ വീട്ടിൻ്റെ ഓലമെഞ്ഞ വീട് ഇന്നും നൂറ്റാണ്ടായി സൂക്ഷിച്ചു വച്ചിരിക്കുകയാണ്. ഗേറ്റ് തുറന്ന് മെല്ലെ അദ്ദേഹത്തിൻ്റെ എഴുത്തുപുരയിലേക്കാണ് ആദ്യം ഞാൻ കടന്നത്. ഇതാണ് മഹാകവി കുമാരനാശാൻ വിശ്വപ്രസിദ്ധമായ കവിതകൾ രചിച്ച, ഖണ്ഡകാവ്യങ്ങൾ രചിച്ച എഴുത്തുപുര. ഈ എഴുത്തുപുര അത് നോക്കൂ, അതാണ് അദ്ദേഹം താമസിച്ചിരുന്ന വീട്. പഴയ നൂറ്റാണ്ടിന് മുൻപുള്ള പഴയ ഒരു ഓലപ്പുര കൊണ്ട് നിർമ്മിച്ച വീട്. അവിടെ ഒരു ബോർഡ് നിങ്ങൾക്ക് കാണാം. ഈ ചുറ്റുപാടിൽ ഇരിക്കുമ്പോൾ പഴയ മഹാകവിയുടെ ഗതകാല സ്മരണകളും അദ്ദേഹം രചിച്ച കൃതികളും എൻ്റെ ഓർമ്മയിലൂടെ ഇങ്ങനെ ഓടിക്കളിക്കുകയാണ്. മഹാകവിക്ക് 1000 പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങി. കിണർ, ഒന്നുകൂടി കിണർ കാണിക്കുകയാണ്. മഹാകവി വെള്ളമെടുത്ത് ഉപയോഗിച്ചിരുന്ന കിണർ. തൊട്ടടുത്തായി ഇപ്പോൾ കാണുന്ന പുതിയൊരു കെട്ടിടം ഇൻസ്റ്റിറ്റ്യൂട്ട്, കുമാരനാശാൻ്റെ കാവ്യങ്ങളെപ്പറ്റി ഗവേഷണം നടത്തുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഹെഡ് ഓഫീസാണ്. ആ ഉമ്മറ പറമ്പിൽ ഞങ്ങളിങ്ങനെ കുറച്ചു നേരം ഉലാത്തി. നോക്കൂ, എത്ര പ്രഷ്യസായിട്ടാണ്, എത്ര പവിത്രമായിട്ടാണ് ഇന്നും കുമാരനാശാൻ്റെ ഫോട്ടോയും വീടും സൂക്ഷിച്ചിരിക്കുന്നത്. ആ വീട്ടിനുള്ളിൽ കുമാരനാശാൻ ഇരുന്ന് എഴുതിയ ഒരു കസേരയുമുണ്ട്. ആ കസേര അകത്തേക്ക് സന്ദർശകർക്ക് പ്രവേശനമില്ലാത്തത് കൊണ്ടാണ് ഞാൻ പുറത്തുനിന്ന് ഈ വീഡിയോ റെക്കോർഡ് ചെയ്തത്. മുറ്റത്തുള്ള ഒരു ചമ്പകമരത്തിൽ ഇരിക്കുമ്പോൾ പഴയ വീണപൂവിൻ്റെ ഓർമ്മകൾ എൻ്റെ ഹൃദയത്തിലേക്ക് ഓടി, എൻ്റെ മനസ്സിലേക്ക് ഓടി എത്തി. ശ്രീഭൂവിലസ്ഥിരമ സംശയമിന്നു നിൻ്റെ ആഭൂതി എങ്ങുപോയി എന്നുള്ള മാനവജീവിതത്തിൻ്റെ നശ്വരതയെപ്പറ്റിയുള്ള ഒരു ചിത്രീകരണം.